നീ എൻ സ്വന്തം ഭാഗം 74. ഈ കേരളത്തിൽ എനിക്ക് എത്രമാത്രം സ്ഥലങ്ങളും സ്വത്തുക്കളും ഉണ്ട് എന്നുള്ള കണക്കെടുപ്പിന് വന്നതാണ്. അതിൻ്റെ തുടക്കം മൂന്നാറിൽ നിന്നാണ്. കാരണം ഈ അടുത്ത് ഞാൻ അവിടെ ഒരു പ്ലാന്റേഷൻ വാങ്ങിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് വാങ്ങാൻ എൻ്റെ ഒപ്പം മത്സരിച്ച് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ശ്രീദേവി പറഞ്ഞതും ആര്? റോയ് ചോദിച്ചു. സഞ്ജീവ് പ്രഭാകർ. അവൻ ആ പേര് പറഞ്ഞതും വിശ്വവും ശങ്കറും റോയും പരസ്പരം നോക്കി. കൂടെ അവരുടെ അടുത്ത് നിന്ന ശരണ്യയും. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ശരണ്യ പറഞ്ഞു. അവൾ പറഞ്ഞുകൊണ്ട് ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപ്പോൾ ദക്ഷയെ നോക്കി നിൽക്കുകയായിരുന്നു. കൂട്ടുകാരോട് സംസാരിച്ച് അവൾ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീദേവിൻ്റെ നോട്ടം ദക്ഷയിലാണ് എന്ന് കണ്ടതും, ഏട്ടാ, ഇത് മറ്റേ ചേട്ടനല്ലേ? അവർ പറഞ്ഞില്ലേ ദക്ഷ ചേച്ചി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലോ? ഞാൻ മറന്നു. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അത് പോട്ടെ. ആ ചേട്ടനാണോ? ശരണി ചോദിച്ചു. ശ്രീദേവ് ചെറു പുഞ്ചിരിയോടെ തന്നെ തലയണക്കിയതും, എടാ, ശരിക്കും അന്ന് അവർ പറഞ്ഞ സഞ്ജീവ് പ്രഭാകറാണോ? റോയ് ചോദിച്ചു. അതെ, അവർ സാധാരണയായി കണ്ട ഒരു മനുഷ്യനല്ല ഈ സഞ്ജീവ് പ്രഭാകർ. നീ അറിയും, നീ കണ്ടിട്ടില്ല എന്നേയുള്ളൂ ഈ സഞ്ജീവ് പ്രഭാകറിനെ. US-ലും UK-ലും എല്ലാമുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ എതിരാളിയായി പലപ്പോഴും ഈ സഞ്ജീവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ദക്ഷയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണെന്ന് നമ്മൾ അറിഞ്ഞില്ല അന്ന്. അവർ സഞ്ജീവ് പ്രഭാകർ എന്ന് പറയുമ്പോഴും നമുക്ക് ആളെ മനസ്സിലാകാതെ പോയതാണ്. പക്ഷേ മൂന്നാറുള്ള ആ ഡീല് നടക്കുന്ന സമയത്ത് ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. കാരണം SS ഗ്രൂപ്പിനും SRD ഗ്രൂപ്പിനും ഒരു ശക്തമായ എതിരാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സഞ്ജീവിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കുറേ കഥകൾ കേൾക്കുന്നത്. അതിൽ നിന്നും ഇവർ പറഞ്ഞതും കൂടി ആലോചിച്ചപ്പോൾ തന്നെ ആളെ എനിക്ക് പിടികിട്ടി. പിന്നെ അന്വേഷിച്ചപ്പോൾ ദയയുടെ ഫാമിലിയുമായിട്ട് അടുപ്പമുള്ളതാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഉറപ്പിച്ചു, ഇവർ പറയുന്ന ആള് ഇത് തന്നെയാണെന്ന്. ശ്രീദേവ് പറഞ്ഞു. എന്നിട്ട് നീ എന്തുകൊണ്ടാ മൂന്നാറ് ഇങ്ങനൊരു പ്ലാന്റേഷൻ്റെ കാര്യം പറയാതിരുന്നത്? അത് ഒരു പ്ലാന്റേഷൻ റിസോർട്ടായിരുന്നു. ഞാൻ ഒത്തിരി പ്രാവശ്യം മൂന്നാറ് പോയപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവർ അത് വിൽക്കാനായിട്ട് ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനത് രഹസ്യമായി തന്നെ വാങ്ങാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് ഈ സഞ്ജീവ് കയറി വന്നു. അതിൻ്റെ പഴയ ഓണറിൻ്റെ മൂത്ത മകൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാനത് വാങ്ങിയത്. എന്നാൽ അവരുടെ ഇളയ മകൻ്റെ ഫ്രണ്ടാണ് ഈ പറയുന്ന സഞ്ജീവ്. ഞാൻ നേരിട്ട് ഡയറക്റ്റായിട്ടാണ് ഫുൾ എമൗണ്ട് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഡീലിങ്സ് എല്ലാം ഡയറക്റ്റായിട്ട് തന്നെയായിരുന്നു. അന്ന് അവിടെ വെച്ച് അയാളുടെ ഇളയ മകൻ കയറി വരികയും സഞ്ജീവിന് അതിന് താല്പര്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ ഓൾറെഡി പണം കൊടുക്കാൻ ചെന്നിരിക്കുന്നതായതുകൊണ്ടും എന്നോട് വാക്ക് പറഞ്ഞതുകൊണ്ടും അദ്ദേഹം വാക്ക് മാറ്റാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയൊരു ഇഷ്യൂസ് എല്ലാം അവിടെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ പിന്നിൽ ഈ സഞ്ജീവ് ആയിരുന്നു. സഞ്ജീവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അത് അവൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, അച്ഛനോടും ഏട്ടനോടും ഒന്നും. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നു. എന്തായാലും അത് എനിക്ക് തന്നെ തരാനായിരുന്നു അതിൻ്റെ യഥാർത്ഥ ഓണറായ ആ പയ്യൻ്റെ അച്ഛനും ഏട്ടനും ആഗ്രഹം. അതിനിടയ്ക്ക് സഞ്ജീവ് നല്ല കളികൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനത് അറിയുന്നുണ്ടായിരുന്നു. ഞാനത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്ന അന്ന്, പണവുമായി ചെന്ന അന്ന് അത് നടന്നില്ല. അദ്ദേഹം എന്നോട് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് സ്വന്തമാക്കി. അതിൻ്റെ ഒരു വാശി ഈ സഞ്ജീവിനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ടെൻഡറിൽ സഞ്ജീവിൻ്റെ ബിസിനസ് ഗ്രൂപ്പ് കൂടിയുണ്ട്. ഇതുവരെയും ആ രംഗത്തേക്ക് കൈവെക്കാത്ത അവൻ ഒരു വാശിക്കാണ് എനിക്ക് തോന്നുന്നു ആ ടെൻഡർ പിടിക്കാൻ നോക്കുന്നതെന്ന്. പിന്നെ എന്നെക്കുറിച്ചും എൻ്റെ ഫാമിലിയെക്കുറിച്ചും എല്ലാം അവൻ അന്വേഷിക്കുന്നുണ്ട് എന്നും ഞാൻ അറിഞ്ഞിരുന്നു. ശ്രീദേവ് പറഞ്ഞു. അപ്പോൾ ദക്ഷ ഇവിടെയുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയുമോ? റോയ് ചോദിച്ചു. അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ദയയും ഞാനും നല്ല ഫ്രണ്ട്സാണ് എന്ന് അവനറിയാം. അതിലൊന്നും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. ഇത് ബിസിനസ്സുകൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് സ്വാഭാവികം മാത്രമാണ്, ശ്രീദേവ് പറഞ്ഞു. അപ്പോൾ
നിന്റെ അച്ഛൻ ഫാമിലി, അതായത് ചന്ദ്രഗുപ്ത ഫാമിലി ഇപ്പോൾ മൂന്നാർക്ക് പോയിരിക്കുന്നത് സഞ്ജീവിനെ കാണാൻ വേണ്ടിയാണോ? വിശ്വം ചോദിച്ചു. ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ സഞ്ജീവ് മൂന്നാറുണ്ട്. സഞ്ജീവിൻ്റെ ബിസിനസ് ഗ്രൂപ്പ് ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ചന്ദ്രമൗലി ഗ്രൂപ്പിന് അറിയാം. അതുകൊണ്ട് അങ്ങനെയൊരു നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം, ശ്രീദേവ് പറഞ്ഞു. ശ്രീദേവ്, അപ്പോൾ ചന്ദ്രമൗലി ഗ്രൂപ്പ് നിന്റെ അച്ഛൻ ഫാമിലിയുടെ ആണ് എന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? അറിഞ്ഞാൽ നിന്നോടുള്ള ദേഷ്യത്തിന് അവൻ ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് ഒരു ഡീലിന് തയ്യാറാകുമോ? വിശ്വം ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ കനികയും അശോക് സിൻഹയും നാഗേന്ദ്ര സിൻഹയും എല്ലാം ഇത്ര നിർബന്ധം പിടിച്ച് മൂന്നാർക്ക് പോകാൻ ഒരു കാരണം സഞ്ജീവ് അവിടെ ഉള്ളതാണ് എന്നാണ് ശ്രീദേവ് പറഞ്ഞു. എന്നാ അവർ പറയുന്നത് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ശരണ്യ, അപ്പോ ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു വില്ലനും കൂടി കടന്നു വന്നിരിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും അവൾക്ക് മനസ്സിലായത് അത് മാത്രമാണ്. അവൾ പറയുന്നത് കേട്ട് വിശ്വവും ശ്രീദേവും എല്ലാം അവളെ നോക്കി. ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് നിനക്ക് അതാണ് മനസ്സിലായത്? റോയ് ചോദിച്ചു. അതെ, അങ്ങേർക്ക് ദക്ഷ ചേച്ചി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ദക്ഷ ചേച്ചി ഇഷ്ടപ്പെടുന്നു. ഇതറിഞ്ഞ അയാള് ഒരു അംഗത്തിന് വന്നാലോ ഏട്ടനുമായിട്ട്, ഒരു ഫൈറ്റിന്? ആ ദേഷ്യത്തിന് അയാൾ ദക്ഷ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാരോട് പറഞ്ഞാലോ? അവൾ പറയുന്നത് കേട്ട് നീ ഒരുപാട് സിനിമ കാണാൻ നിൽക്കണ്ട കേട്ടോ. നീ ഒരുപാട് സിനിമ കാണുന്നതിൻ്റെ കുഴപ്പം കാണാനുണ്ട്, ശങ്കർ പറഞ്ഞു. ഇതെന്താ സിനിമയല്ലേ? വില്ലൻ നായകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇതൊക്കെ സിനിമയിലാണ്, അല്ലാതെ ജീവിതത്തിൽ നടക്കില്ല, ശങ്കർ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും വിശ്വം അവനെ നോക്കി. അതെ, നീ സിനിമയെ കുറ്റം പറയാൻ നിൽക്കണ്ട. പല സിനിമകളിലും ഉള്ളത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പല സിനിമകളും പലരുടെയും ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, വിശ്വം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് എൻ്റെ ഡയറക്ടറെ, ശരണ്യ പറഞ്ഞു. അല്ല, നായകൻ എന്താ മിണ്ടാതിരിക്കുന്നത്? അങ്ങനെ വല്ലതും സംഭവിക്കുമോ? ശരണ്യ ചോദിച്ചു. ശ്രീദേവ് ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി. അറിയില്ല, ചിലപ്പോൾ സംഭവിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അങ്ങനെ സംഭവിച്ചാലല്ലേ ഒരു കളറാകൂ, ശരണ്യ പറഞ്ഞത് കേട്ടതും എല്ലാവരും അവളെ നോക്കി. മുത്തശ്ശൻ അവളെ നോക്കിക്കൊണ്ട് കണ്ണു കൂർപ്പിക്കുന്നത് കണ്ടതും, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വില്ലനും നായകനും നായികയും കോമഡി ആർട്ടിസ്റ്റും എല്ലാം വേണം, എന്നാലാണ് ഒരു സിനിമ ഭംഗിയാകൂ. അതുപോലെ തന്നെ ജീവിതവും, അവൾ പറഞ്ഞുകൊണ്ട് ശ്രീദേവിൻ്റെ പുറകെ പോയി. അവൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു ത്രില്ലാണ്. പക്ഷേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ശ്രീദേവ് ചെന്നത് ദക്ഷയുടെയും ഭാനുവിൻ്റെയും എല്ലാം അടുത്തേക്കാണ്. ഇതെവിടുന്ന് കിട്ടി? ശ്രീദേവ് ചോദിച്ചു. അവിടെ ഒത്തിരി മീനിട്ടുണ്ട് ഏട്ടാ, വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കവറിൽ നിന്നും മാങ്ങയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വാങ്ങിക്കൊണ്ട് ഒന്ന് നോക്കി. ദക്ഷ ഒരു മാങ്ങ കടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും, എനിക്ക് ഇത് മുഴുവനും വേണ്ട എന്ന് പറഞ്ഞ് അവൻ ദക്ഷയുടെ കയ്യിലുണ്ടായിരുന്ന മാങ്ങ വാങ്ങി. അത് കണ്ട് അവളുടെ കൂട്ടുകാർ എല്ലാവരും പരസ്പരം നോക്കി. ദക്ഷ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നത് കണ്ടതും ശ്രീദേവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാങ്ങ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഒരുപാട് കഴിക്കണ്ട കേട്ടോ, പിന്നെ ഞാൻ ഷൂട്ടിന് പോകാൻ പോവാണ്, ശ്രീദേവ് അവളോട് പറഞ്ഞു. അവളൊന്ന് ചെറുതായി തലയാട്ടുക മാത്രം ചെയ്തു. അവൻ തിരിഞ്ഞ് അവിടെ നിന്നും നടന്ന് അകത്തേക്ക് കയറി പോകുന്നത് കണ്ടതും, ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? നമ്മളിവിടെ നിൽക്കുന്നത് ഒന്നും നോക്കുന്നില്ലല്ലോ. ഇത് കണ്ടിട്ട് ശരിക്കും ഒരു സിനിമയിലേക്ക് കാണുന്നത് പോലെ തന്നെ. ശ്രീദേവ് സാറ് ഒരുപാട് സിനിമകളിലൊക്കെ ഇതുപോലെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അതെല്ലാം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നോക്കുന്നതായിരിക്കും, സാരംഗി പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ബാക്കിയുള്ളവർ കൂടി വന്നു. ഞങ്ങളുടെ കയ്യിലുള്ളത് വാങ്ങാൻ നോക്കണ്ട, ദേ അവളുടെ കയ്യിൽ കവറിലുണ്ട്, വാങ്ങിക്കോ, സാരംഗി പറഞ്ഞതും. അതെന്താ? റോയ് ചോദിച്ചു. അല്ല, കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യാനല്ലേ നോക്കൂ. ഇപ്പോൾ കൂട്ടുകാരൻ്റെ പ്രകടനം കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് അനുകരിക്കാൻ വേണ്ടിയുള്ള വരവാണെന്ന് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്, അവൾ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ഭാനു, ഒന്ന് നോക്കട്ടെ, നല്ലതുണ്ടെങ്കിൽ ഒരു 3 തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നതും അവൾ കയ്യിലെ കവറിൽ നിന്നും മാങ്ങയെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളെന്താ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? ഭാനു ചോദിച്ചു.
ഞങ്ങൾ എവിടെ ചുറ്റിപ്പറ്റി നടന്നാലും ഞങ്ങളുടെ ജോലികൾ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പറ, എന്താ പരിപാടി? വിശ്വൻ ചോദിച്ചു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഏട്ടൻ പോകുമല്ലോ, നമുക്കൊന്ന് നടക്കാം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ കാണാൻ. നമുക്ക് നടന്നിട്ട് വരാം, ശ്രീകുട്ടി പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് പോകാം. അല്ല, നിങ്ങളൊരു ഹട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങോട്ട് ഇതുവരെ പോയില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? ശ്രാവണി ചോദിച്ചതും അത് ശരിയാണല്ലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അങ്ങോട്ട് പോയിട്ട് കുറച്ചായി എന്ന് വിശ്വവും പറഞ്ഞു. എന്നാ പിന്നെ ശ്രീദേവ് പോട്ടെ, അവൻ പോയിട്ട് നമുക്ക് പോകാം, റോയ് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സിറ്റൗട്ടിലേക്ക് ഇരുന്നു. സ്റ്റെപ്പുകളിലായിട്ട് ബാക്കിയുള്ളവരും. റോയിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ ഫോൺ എടുത്തു. ശ്രീദേവ് ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. പിന്നെ ഫോൺ എടുത്തു. എടാ, ദക്ഷയുടെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറ. ശ്രീദേവ് പറഞ്ഞതും ശരിക്കും ചെയ്യുന്നുണ്ടോ? റോയ് ചോദിച്ചു. അവളുടെ അച്ഛനാണ്, ദേ ഫോൺ റിങ് ചെയ്യുന്നു, ശബ്ദം വേണമെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണിൻ്റെ അടുത്തേക്ക് വെച്ചതും റിംഗ് ടോൺ കേൾക്കുന്നുണ്ട്. ദക്ഷ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന്, അച്ഛനാണെന്ന് എടുക്ക്, കുറേ നേരം റിങ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. റോയ് പറഞ്ഞതും അവൾ കയ്യിലുണ്ടായിരുന്ന മാങ്ങ കടിച്ചുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. ഫോൺ ചാർജറിൽ ഇട്ടിരിക്കുകയായിരുന്നു. റൂമിൽ ചെന്ന് ചാർജറിൽ നിന്നും ഫോൺ എടുക്കാൻ നോക്കുമ്പോഴാണ് ഫോൺ കാണുന്നില്ല. പെട്ടെന്ന് റൂമിൻ്റെ ഡോർ അടഞ്ഞു. വാതിലിൽ ചാരി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ അവനെ നോക്കി. അവൻ്റെ കയ്യിൽ അവളുടെ ഫോണുണ്ട്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ശ്രീദേവിൻ്റെ നമ്പറാണ് കാണുന്നത്. അവൾ റിങ് ചെയ്യുന്ന ഫോണിലേക്കും പിന്നെ ശ്രീദേവിനെയും നോക്കി. ഇതെന്താ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? അവൾ ചോദിച്ചു. നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് സംശയം. അപ്പോൾ ഞാൻ തന്നെ ഫോണിൽ വിളിച്ച് റിങ് ചെയ്ത് അവനെ കേൾപ്പിച്ചു കൊടുത്തതാണ്, ശ്രീദേവ് പറഞ്ഞു. ഭയങ്കര ബുദ്ധിയായിപ്പോയി, അവൾ പറഞ്ഞു. അതെ, ഞാൻ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ബുദ്ധി മാത്രമല്ല, എന്നിലെ എല്ലാ വികാരങ്ങളും കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്നത് അറിയുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. അവളുടെ കയ്യിലെ മാങ്ങ അവൾ മുറുകെ പിടിച്ചു. ശ്രീദേവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ഫോണും അവൻ്റെ ഫോണും അവൾ ചാരി നിൽക്കുന്ന ടേബിളിലേക്ക് വെച്ചു. എന്തിനാ ഈ ഹൃദയമിടിപ്പിൻ്റെ താളം ഇങ്ങനെ തെറ്റുന്നത്? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തന്നെ അവനെ നോക്കി. അപ്പോഴാണ് അവൻ അവളുടെ കയ്യിലിരുന്ന മാങ്ങ കാണുന്നത്. ഇത് കഴിഞ്ഞില്ലേ? അവൻ മാമ്പഴത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളും അപ്പോൾ മാമ്പഴത്തിലേക്ക് നോക്കി. ഇല്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്, അതുകൊണ്ട് വേഗം ഓടി വന്നതാ, അവൾ പറഞ്ഞു. അതേതായാലും നന്നായി. നേരത്തെ കഴിച്ച മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ പകുതിയും നീ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇടത് കൈകൊണ്ട് അവളുടെ വലത് കൈയിൽ കയറി പിടിച്ചു. അവളുടെ വലത് കൈക്കുള്ളിൽ ഇരുന്ന മാമ്പഴത്തിലേക്ക് അവൻ നോക്കി. അവനത് നോക്കുന്നത് കണ്ടതും അവൾ മാമ്പഴം മുറുകെ പിടിച്ചു. അവൻ തന്നെ ആ കൈ പിടിച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങുന്നത് കണ്ടതും അവനത് കടിക്കാൻ പോവുകയാണ് എന്ന് തോന്നി. അവൾ ആ കൈയിലെ മാമ്പഴത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവൻ്റെ വലത് കൈ അവളുടെ പിൻകഴുത്തിലേക്ക് പെട്ടെന്ന് ചെന്നതും അവളുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിക്കുന്നതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ വായ്ക്കുള്ളിലാക്കുന്നതും പെട്ടെന്നായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു പോയി എന്ന് അവൾക്ക് തോന്നി. അവൻ അവളുടെ ചുണ്ടുകളിൽ നുണഞ്ഞുകൊണ്ടിരുന്നു. മാമ്പഴത്തിൻ്റെ മധുരം ആ ചുണ്ടുകളിൽ നിന്നും അവൻ ആസ്വദിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ നാവ് കൊണ്ട് അവളുടെ നാവുകളിലേക്ക് ചേക്കേറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കാതെ പല്ലുകൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചുണ്ടുകളിൽ പതിയെ കടിച്ചു. അവൻ ചുണ്ടിനെ കടിച്ചതും അവൾ വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ആ നിമിഷം അവളുടെ നാവുകളിലേക്ക് അവൻ്റെ നാവുകൾ ചേർത്തു. അവളുടെ നാവുകളെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നുമെല്ലാം മാമ്പഴത്തിൻ്റെ മധുരം അവൻ രുചിച്ചുകൊണ്ടിരുന്നു. അവളുടെ വലത് കൈയിൽ ഇരിക്കുന്ന മാമ്പഴം താഴേക്ക് വീഴാൻ പോകുന്നു എന്ന് അറിഞ്ഞതും ശ്രീദേവ് അവളുടെ കൈക്കുള്ളിൽ തന്നെ ആ മാമ്പഴത്തെ മുറുകെ പിടിച്ചു. അവൻ്റെ വലത് കൈ അവളുടെ പുറകിലേക്ക് വളഞ്ഞു പോകുന്ന പിൻകഴുത്തിലും മുറുകി. അവൻ അവളുടെ മുഖത്തേക്ക്
അവളുടെ മുഖം ശക്തമായി അടുപ്പിച്ചുകൊണ്ടാണ് നുകർന്നു കൊണ്ടിരിക്കുന്നത്. അവൾക്കൊന്ന് അനങ്ങാനോ കുതിരി മാറാനോ സമ്മതിക്കാതെയാണ് അവൻ അവളെ ചുംബിക്കുന്നത്. അവൻ്റെ ഉമിനീരിൽ രക്തത്തിൻ്റെ രുചി അറിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. തൻ്റെ കയ്യിൽ തല ചേർത്ത് വെച്ച് തൻ്റെ ചുംബനത്തെ കണ്ണുകളടച്ച് സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ പതിയെ, വളരെ പതിയെ നുണഞ്ഞുകൊണ്ട് തന്നെ ആദ്യം അവളുടെ നാവിനെ മോചിപ്പിച്ചു. പിന്നെ പതിയെ 2 ചുണ്ടുകളെയും നുണഞ്ഞു വിട്ടു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് അപ്പോഴും. ദക്ഷ. അവളുടെ കണ്ണുകൾക്ക് അടുത്ത് വന്ന് അവൻ വീണ്ടും വിളിച്ചു. അവൾ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളാണ് മുന്നിൽ കാണുന്നത്. അവളുടെ ക്രമം തെറ്റി ഉയരുന്ന ശ്വാസഗതി അവൻ അറിയാൻ പറ്റുന്നുണ്ട്. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ്റെ ശ്വാസം ആഞ്ഞു വലിച്ചു. ദക്ഷ, ഞാൻ പോയിട്ട് വരട്ടെ. വരാൻ ഒത്തിരി ലേറ്റാകും. പക്ഷേ നാളത്തെ ദിവസം ഞാൻ മറക്കില്ല. രാവിലെ പോകാം ക്ഷേത്രത്തിലേക്ക്. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നത് അല്പം രൂക്ഷമായി പോയി എന്ന് എനിക്കറിയാം. അത് ഉച്ചയ്ക്കുള്ളതും വൈകിട്ടുള്ളതും കൂടിയാണ്. ഞാൻ വരുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ കാണാൻ പറ്റില്ലെങ്കിലോ? അതുകൊണ്ടാണ് രണ്ടും കൂടി ചേർത്ത് തന്നത്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും നെറ്റി അടർത്തി മാറ്റി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിന്നും പോകാം. ആരുമില്ല ഇവിടെ. നിങ്ങൾക്ക് മുഴുവൻ ഫ്രീഡം ഉണ്ട്. പറ്റുമെങ്കിൽ അവരെ കൂട്ടിയിട്ട് നമ്മുടെ ട്രീ ഹട്ടയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോലെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാണ് ആ ട്രീ ഹട്ടിൻ്റെ താക്കോൽ. അവൻ അവൾക്ക് നേരെ താക്കോൽ നീട്ടി. വാങ്ങിക്ക്. ഇനി എനിക്കുള്ളതിനെല്ലാം അവകാശി നീ കൂടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ അവകാശം ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന, ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തു നിന്ന് തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് നോക്കി. അവളുടെ വലത് കൈയിൽ മാമ്പഴം ഇരിക്കുന്നത് കണ്ടതും അവനത് വാങ്ങി ടേബിളിലേക്ക് വച്ചുകൊണ്ട് ആ കൈയിലേക്ക് താക്കോൽ വെച്ചു കൊടുത്തു. അപ്പോഴും അവൻ കൊടുത്ത ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ തന്നെയായിരുന്നു ദക്ഷ. അവൻ അവൻ്റെ വലത് കൈ കൊണ്ട് അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട്, പോയിട്ട് വരട്ടെ, സമയം പോകുന്നു, ഭക്ഷണം കഴിക്കണം, ഒരുപാട് വെയിലൊന്നും കൊണ്ട് നടക്കേണ്ട, ചിലപ്പോൾ ഇനി രാവിലെ നമ്മൾ കാണും. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ കവിളിൽ പതിയെ തട്ടി. പോയിട്ട് വരട്ടെ, അവൻ പറഞ്ഞു. അവൾ പതിയെ തലയണക്കി. അവൻ അവിടെ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. അപ്പോഴും അവൾ അങ്ങനെ തന്നെ നിന്നു. അവളുടെ കയ്യിലെ താക്കോലിലേക്ക് അവൾ പതിയെ നോക്കി. അത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇടനാഴിയിലേക്ക് ചെന്നു. അവിടെ നിന്നും കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി. ശ്രീദേവ് കാറിലേക്ക് കയറുന്നത് കണ്ടതും അവൾക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. ഇത്രയും ദിവസം തൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി സ്വയം അപകടം വരെ വരുത്തി വെച്ചു. അവളത് ഓർത്തപ്പോൾ നെഞ്ചിലൊരു വേദന പോലെ തോന്നി. അവൻ്റെ കാറ് പടി കടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്ന് ആ താക്കോൽ ഭദ്രമായി വെച്ചു. ടേബിളിൽ അവൻ വാങ്ങിവെച്ച മാമ്പഴം എടുത്തു. അവൾ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. ചുണ്ട് പൊട്ടിയിരിക്കുന്നു. ദൈവമേ, ഇത് അവർ കണ്ട എന്ത് പറയും? അവൾ ആലോചിച്ചു. അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഫോണിൽ ശ്രീദേവിൻ്റെ നമ്പർ കണ്ടതും അവൾ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. അവർ ചോദിച്ചാൽ എന്തു പറയും? അപ്പുറത്ത് നിന്ന് ചോദ്യം കേട്ടതും അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഒന്ന് നെടുവീർപ്പിട്ടു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്കും അതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ. ഒരാൾക്ക് ഒരാഴ്ച 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടി ഉണ്ടാവണം. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.